മലപ്പുറത്തിൻ മണിവിളക്കേ മുത്ത് ശിഹാബവരെ, മലയാളത്തിൽ ഷുഹർ പെറ്റൊരു പാണക്കാട്ട് നിധിയെ, മലർ നബിതൻ പൗത്രനായി ഒളി നൽകിയ മലരെ, മറക്കുകില്ല മായുകില്ല വെളിച്ചമെന്റെ കരളേ. മലപ്പുറത്തിൻ മണിവിളക്കേ മുത്ത് ശിഹാബവരെ, മലയാളത്തിൽ ഷുഹർ പെറ്റൊരു പാണക്കാട്ട് നിധിയെ, മലർ നബിതൻ പൗത്രനായി ഒളി നൽകിയ മലരെ, മറക്കുകില്ല മായുകില്ല വെളിച്ചമെന്റെ കരളേ. വെളിച്ചം നൽകി ജനമനസ്സിൽ ഇരുളകറ്റിയ ശംസേ, വിരഹത്താലെ ഉലകമിലെ സകലം നിറയിക്കരഞ്ഞേ, കൊടപ്പനക്കൽ തിരുഭവനം അശരണർക്ക് സുവനം, കോടതിയായി പെരുപ്രശ്നങ്ങൾ തീർത്ത മഹൽ സവിധം. മലപ്പുറത്തിൻ മണിവിളക്കേ മുത്ത് ശിഹാബവരെ, മലയാളത്തിൽ ഷുഹർ പെറ്റൊരു പാണക്കാട്ട് നിധിയെ, മലർ നബിതൻ പൗത്രനായി ഒളി നൽകിയ മലരെ, മറക്കുകില്ല മായുകില്ല വെളിച്ചമെന്റെ കരളേ. നിശകളിലും തിരക്കൊഴിയാ ജനമകിലം വരവേ, നിദ്ര പോലും മാറ്റിയവർ സേവനത്തിൽ മികവേ, നിവൃത്തിയില്ല കരയും കൽവിൽ സാന്ത്വനത്തിൻ തികവേ, നീറും പ്രശ്നം പുഞ്ചിരിയാൽ തീർത്ത മഹൽ നിറവേ. മലപ്പുറത്തിൻ മണിവിളക്കേ മുത്ത് ശിഹാബവരെ, മലയാളത്തിൽ ഷുഹർ പെറ്റൊരു പാണക്കാട്ട് നിധിയെ, മലർ നബിതൻ പൗത്രനായി ഒളി നൽകിയ മലരെ, മറക്കുകില്ല മായുകില്ല വെളിച്ചമെന്റെ കരളേ. പാറട്ട് ലീഗിന്റെ പച്ചക്കൊടി വാനിൽ, പാറട്ട് നേരിന്റെ വർണ്ണക്കൊടി ജോറിൽ, മാപ്പിള മക്കളിൽ ആവേശമായെന്നു മാതൃക പൂങ്കൊടി പാറി പറക്കട്ടെ. പാറട്ട് ലീഗിന്റെ പച്ചക്കൊടി വാനിൽ, പാറട്ട് നേരിന്റെ വർണ്ണക്കൊടി ജോറിൽ, മാപ്പിള മക്കളിൽ ആവേശമായെന്ന് മാതൃക പൂങ്കൊടി പാറി പറക്കട്ടെ. നാടിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ജീവൻ സമർപ്പിച്ച യോദ്ധാക്കളെത്തിര, ഈമാനിൻ ഭാഗമായി ദേശീയ സ്നേഹത്തെ കാണും സമൂഹത്തിൻ മുന്നേറ്റം കണ്ടില്ലേ.
നാടിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ജീവൻ സമർപ്പിച്ച യോദ്ധാക്കളെത്തീര ഈമാനിൻ ഭാഗമായി ദേശീയ സ്നേഹത്തെ കാണും സമൂഹത്തിൻ മുന്നേറ്റം കണ്ടില്ലേ? പാറട്ട് ലീഗിന്റെ പച്ചക്കൊടി വാനിൽ, പാറട്ട് നേരിന്റെ വർണ്ണക്കൊടി ജോറിൽ, മാപ്പിള മക്കളിൽ ആവേശമായെന്ന് മാതൃക പൂങ്കൊടി പാറി പറക്കട്ടെ. എന്നും പിന്നോക്കമായി നിൽക്കണമെന്നാണോ? എന്നും സമുദായം കണ്ണീർ കുടിക്കണോ? ലീഗെന്ന പ്രസ്ഥാനം ഈ നാട്ടിലുണ്ടെങ്കിൽ നീതി നിഷേധമതൊട്ടും പൊറുക്കൂല. എന്നും പിന്നോക്കമായി നിൽക്കണമെന്നാണോ? എന്നും സമുദായം കണ്ണീർ കുടിക്കണോ? ലീഗെന്ന പ്രസ്ഥാനം ഈ നാട്ടിലുണ്ടെങ്കിൽ നീതി നിഷേധമതൊട്ടും പൊറുക്കൂല. പാറട്ട് ലീഗിന്റെ പച്ചക്കൊടി വാനിൽ, പാറട്ട് നേരിന്റെ വർണ്ണക്കൊടി ജോറിൽ, മാപ്പിള മക്കളിൽ ആവേശമായെന്നു മാതൃക പൂങ്കൊടി പാറി പറക്കട്ടെ. പാടി വരുന്നീതാ പാടപ്പാട്ടുകൾ, പച്ചക്കൊടിയുമായി ചൂണക്കുട്ടികൾ, ന്യൂനപക്ഷങ്ങൾക്കോ കാവൽ ഭടന്മാർ, നാടിൻ മോചനത്തിൽ പൊരുതും ധീരന്മാർ. പാടി വരുന്നീതാ പാടപ്പാട്ടുകൾ, പച്ചക്കൊടിയുമായി ചൂണക്കുട്ടികൾ.
മനസ്സിൻ പൂവാടിയിൽ മാമല്ല നടന്നു സൂക്ഷിക്കും പേരൊന്നുണ്ട്. മുസ്ലിം ലീഗ് പ്രസ്ഥാനമുണ്ട്. മഹനീയർ ഖായിദ് മില്ലത്തെന്നേൽപ്പിച്ച മഹിമക്കൊടിയൊന്നുണ്ട്. പച്ചപ്പുളകൊടിയൊന്നുണ്ട്. മനസ്സിൻ പൂവാടിയിൽ മാമല്ല നടന്നു സൂക്ഷിക്കും പേരൊന്നുണ്ട്. മുസ്ലിം ലീഗ് പ്രസ്ഥാനമുണ്ട്. മഹനീയർ ഖായിദ് മില്ലത്തെന്നേൽപ്പിച്ച മഹിമക്കൊടിയൊന്നുണ്ട്. പച്ചപ്പുളകൊടിയൊന്നുണ്ട്. അഭിമാനം രക്ഷിക്കാൻ ലീഗ് എന്നും ആശ്വാസമേകുവാൻ ലീഗ്. ആറ്റലം ഹൈദരലി ശിഹാബ് എന്നോരെ അഭിവന്ദ്യ നേതൃത്വം പൊലിവല്ലേ. അഭിവന്ദ്യ നേതൃത്വം പൊലിവല്ലേ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ ദുനൂബനാ വഖത്വായാനാ കുല്ലഹാ. അല്ലാഹുമ്മ അനിശ്നാ വജ്ബുർനാ വഹ്ദിനാ ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്. ഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത തവഫനാ മുസ്ലിമൻ വൽഹിഖ്നാ ബിസ്വാലിഹീൻ. اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا. اللهم اغفر لنا ما سلف من ذنوبنا واعصمنا فيما بقي من أعمارنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ബഹുവന്യരായ മുസ്ലിം ലീഗിൻ്റെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ, MSFൻ്റെ നേതാക്കന്മാരെ, പ്രിയങ്കരായ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ കാത്തിരിക്കുന്ന ബഹുവന്യനായ അഴീക്കോടിൻ്റെ MLA KM ഷാജി സാഹിബ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ മുട്ടത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും സമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. 4 മണിക്ക് ടൈം പറഞ്ഞതായിരുന്നു. പ്രത്യേക സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അഹമ്മദ് സാഹിബിന് ഇന്ന് അരിയിലെ അബ്ദുഷക്കൂറിന്റെ വീട്ടിൽ പോവേണ്ടി വന്നതിനാൽ അവരുടെ കൂടെ, കേന്ദ്രമന്ത്രിയുടെ കൂടെ നമ്മുടെ നേതാക്കന്മാരെല്ലാം പോയതുകൊണ്ടാണ് സമ്മേളനം ആരംഭിക്കാൻ കുറച്ച് താമസിച്ചു പോയത്. ബഹുവന്യരായ എൻ്റെ സദസ്യരോട് മുഴുവൻ ഈ വേളയിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. പയ്യന്നൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമാനതകളില്ലാത്ത ഒരു ചരിത്രത്തിലെ പൊന്തൂവലായി മാറുന്ന ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ നിയോജക മണ്ഡലം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മഹാസമ്മേളനത്തിന് ഈ മഹാസദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ പുതിയ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ കിരണങ്ങൾ ഉദയം ചെയ്ത ഒരു സാഹചര്യമാണ്. മുസ്ലിം ലീഗ് അനുഭവിക്കേണ്ട ചരിത്രത്തിലെ എല്ലാ പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, കടമ്പകളും മറികടന്നു എല്ലാ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയക്കാരും മുസ്ലിം ലീഗിനെ ഉറ്റുനോക്കുകയും ഈ ഒരു രാഷ്ട്രീയ പാർട്ടി, ഈ രാഷ്ട്രീയ പ്രസ്ഥാനം
കേരളത്തിന്റെ സാമൂഹ്യ സന്തുലിതാവസ്ഥയ്ക്ക് നിർബന്ധമാണ്, ആവശ്യമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിം ലീഗിന്റെ അനുഭാവികളും മുസ്ലിം ലീഗിന്റെ ആളുകളുമായി നിൽക്കുന്നത്. ഈ പാർട്ടിയെ വളർത്തുന്നതിന് നമ്മുടെ മുൻപിലിരിക്കുന്ന, നമ്മുടെ കൂടെയിരിക്കുന്ന പഴയകാല നേതാക്കന്മാർക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിരത്തിലിറങ്ങുമ്പോൾ, നാടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ പ്രസ്ഥാനത്തെ ക്രൂരമായി മർദ്ദിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പല രീതിയിൽ അപഹസിക്കുവാനും ആക്രമിക്കുവാനും മുതിർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 90കളിലെ കാലഘട്ടങ്ങളിൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് അനുഭവിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കറിയാവുന്നതാണ്. കൂടെയുണ്ടായിരുന്ന പല പല നേതാക്കന്മാരും സേട്ടു സാഹിബിനെ പോലെയുള്ള മഹാന്മാരായ നേതാക്കന്മാർ ലീഗിന്റെ പടിയിറങ്ങി മറ്റൊരു പ്രസ്ഥാനം തുടങ്ങുകയും ലീഗിനെ എതിർക്കുകയും ചെയ്ത സമയം, മുസ്ലിം ലീഗിന്റെ പക്ഷത്തുണ്ടായിരുന്ന നേതാക്കന്മാർ പലരും പടിയിറങ്ങിയിട്ട് ലീഗിനെ ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യം. മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്ന അവാന്തര വിഭാഗങ്ങളായി നിന്നിരുന്ന സംഘടനകൾ മുഴുവനും മുസ്ലിം ലീഗിനെ ചീത്ത വിളിക്കുവാനും അപഹസിക്കുവാനും പരിഹസിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം. ആ ഒരു സമയത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുഴുവനും, അണികൾ മുഴുവനും എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. അന്നാണ് മാധ്യമം ഏറ്റവും ശക്തമായി അതിന്റെ വിത്തുകൾ സമൂഹത്തിലേക്ക് ഇറക്കിവിടാൻ വേണ്ടി തുടങ്ങിയത്. 1947 ശേഷം ഇന്ത്യ കണ്ട മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള ഏറ്റവും കൂടുതൽ സ്പർദ്ധയുണ്ടാക്കുന്ന വിഷങ്ങൾ ഇറക്കിവിടാൻ മാധ്യമത്തിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നാണ്. അങ്ങനെ കാലഘട്ടങ്ങളായി മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുണ്ടായിരുന്ന ഐക്യവും കൂട്ടായ്മയും മുഴുവനും തകർന്നു നിൽക്കുമ്പോൾ എല്ലാവരും ഒരു കണ്ണിലേക്കായിരുന്നു നോക്കിയിരുന്നത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ത് പറയുന്നു? ബാബരി മസ്ജിദ് പൊളിച്ചതിനെതിരെ ഇവിടെയുള്ള ഹിന്ദുവിന്റെ അമ്പയറങ്ങൾ പൊളിക്കാൻ മുസ്ലിം സമൂഹത്തോട് ആജ്ഞാപിക്കുമോ എന്ന് കാത്തിരുന്ന ഒരു സമയം. ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള അമ്പലങ്ങളുടെ ഓരോ ഭാഗങ്ങളിലുള്ള കല്ലുകൾ അടർന്നു വീഴുന്നത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം തയ്യാറാകുമോ എന്ന് മാധ്യമങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. ആ സമയത്തും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ച ഒരു നിലപാട് ചരിത്രങ്ങളായി നമുക്കറിയുന്നതാണ്, കാലങ്ങളായി നമ്മൾ പഠിക്കുന്നതാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വം നമുക്ക് കാണിച്ചു തന്ന നിലപാട് എത്ര നേതാക്കന്മാർ ചോർന്നു പോയാലും, ആരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്നാലും, ഈ പാർട്ടിയെ വേണ്ടെന്ന് വെച്ചാലും, അവസാനത്തെ ആള് പോലും ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയം വരെ ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ പേരായാലും മറ്റുള്ള പ്രശ്നങ്ങളുടെ പേരിലായാലും ഒരൊറ്റ തീവ്രവാദിക്കും മുസ്ലിം ലീഗിന്റെ പണയം വെക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചപ്പോ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിരുന്ന വേദന. അന്ന് ജമാഅത്തുകാരൻ ചോദിച്ചു, മറ്റുള്ള പ്രസ്ഥാനക്കാരൻ ചോദിച്ചു, എന്തേ മുസ്ലിം ലീഗിന് ശക്തിയില്ലാതെ പോയത്, മുസ്ലിം ലീഗിന് ആയുധബലമില്ലാതെ പോയത്, മുസ്ലിം ലീഗിന് ചോദിക്കാനുള്ള ശക്തിയും അന്തസ്സുമില്ലാതെ പോയത്? അബ്ദുൽ നാസർ മഹ്ദിനിയെ പോലെയുള്ളവർ ഘോരം പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു സമയം. ആ സന്ദർഭങ്ങളും ഘട്ടങ്ങളും പിന്നിട്ട് ഇന്ന് 20 MLA-മാരുടെ കൂടെ നിൽക്കുന്ന ഒരു മഹത്തായ, ഏറ്റവും ശുദ്ധമായ, ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ ഇത്തരം സമ്മേളനങ്ങളും ഇത്തരം പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ ഓരോരുത്തർക്കും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അഭിമാനത്തോടെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു നേരം. ഇന്ന് മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്താൻ ആരുടെ കയ്യിലും ഒരു വാളുമില്ല. മറ്റുള്ള സംഘടനകൾ മുഴുവനും പത്തിമടക്കിയപ്പോ വോട്ട് കിട്ടില്ലെന്ന് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യത്യസ്തമായ ആളുകളെ ഉപയോഗിച്ച് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷുക്കൂറിന്റെ പേരിലാണ് നമ്മൾ ഈ മഹാസമ്മേളനം ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അരിയിലെ കണ്ടത്തിൽ സ്വന്തം സുഹൃത്തുക്കളുടെ കൂടെ തളിപ്പറമ്പിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ നിയമ കോടതി വന്ന് ഷുക്കൂറിന്റെ ശരീരം മുഴുവനും പരിശോധിച്ച് ഷുക്കൂറിന്റെ ഫോട്ടോ എടുത്ത് ഒരു നാൽക്കാലിയെ കൊല്ലുന്ന ലാഘവത്തോടെ കമ്മ്യൂണിസ്റ്റുകാര് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ കൊല്ലുകയുണ്ടായി. മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ അഹമ്മദ് സാഹിബെല്ലാം ഇന്ന് ആ വീട്ടിൽ സന്ദർശിച്ച് പോവാണ്. അപ്പോ നമ്മൾ ഓർത്തു പോകുന്നത് ഷുക്കൂറിനെ പോലെയുള്ള പല പ്രവർത്തകരെയും ആക്രമിക്കാൻ ഇവിടെ എന്ത് കാരണമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായത്? മുസ്ലിം ലീഗ് എന്ത് പ്രകോപനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്?
മറ്റു സമയങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇവിടെ പ്രക്ഷുബ്ധമല്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഗിനെ പോലെയുള്ള സംയമനം ആഗ്രഹിക്കുന്ന, ശാന്തി ആഗ്രഹിക്കുന്ന, സമൂഹത്തിൽ എപ്പോഴും നന്മ ആഗ്രഹിക്കുന്ന, സമൂഹത്തിന്റെ സ്വച്ഛന്തമായ നിലനിൽപ്പിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്തിന്റെ ചുടക്കുട്ടികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസം അതൊരു വ്യാമോഹമാണ്. അതിന്റെ ഫലമായിട്ട് ഇവിടെ എന്താ ഉണ്ടായത്, എന്താ സംഭവിച്ചത് എന്ന് കേരളത്തിന്റെ ചരിത്രം കമ്മ്യൂണിസ്റ്റുകാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തം സ്ഥലങ്ങളിൽ പോലും അവർ പരാജയപ്പെടുകയും ജനങ്ങൾ മുഴുവനും അവരെ വലിച്ചെറിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലം കുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. കുലം കുത്തിയും നിലം കുത്തിയും കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രയോഗമാണെങ്കിലും അവരുടെ ജീവിതത്തിലും അവരുടെ ആ കുലം കുത്തികളുടെ കാലഘട്ടത്തിൽ തന്നെ ഒന്നാമത്തെ നിലം കുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശുക്കൂറിനെ പോലെയുള്ള ഒരു പാവപ്പെട്ട പ്രവർത്തകന്റെ ശരീരത്തിലൂടെ ഉറ്റു വീഴുന്ന ഓരോ രക്തത്തിനും കണക്ക് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാശത്തിലേക്ക് എത്തുകയാണ് എന്നൊരു സാഹചര്യം വന്നപ്പോൾ ആ നാശമാണ് രണ്ടാമത് ടി പി ചന്ദ്രശേഖരന്റെ കൊലയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ടി പി ചന്ദ്രശേഖരന്റെ വധത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പൂർണ്ണമായ ആരംഭത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് നിരോധിച്ച പ്രസ്ഥാനമാണ് നക്സലൈറ്റ്. അതുപോലെ തന്നെ മാവോയിസ്റ്റുകൾ. അവർ പോലും ചെയ്യാത്ത, അവർ പോലും കാണിച്ചിട്ടില്ലാത്ത ക്രൂരതയുടെ പര്യായമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറിയപ്പോൾ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ് അലക്സ് പോളിനെ കൊണ്ടുപോയി ബന്ദിയാക്കിയത്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചത്. ദിവസങ്ങളോളം അവരുടെ കൂടെ കഴിയേണ്ടി വന്നിട്ടും ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ തിരിച്ച് അലക്സ് പോളിന് സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചപ്പോ നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണുന്നത് ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു ജില്ലാ നേതാവിന്റെ വാഹനത്തിന്റെ നേരെ ചെറിയൊരു കല്ല് പോയി വീണു എന്നൊരു കാര്യത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സാധാരണക്കാരനായ വിദ്യാർത്ഥിയെ പിടിച്ചു കെട്ടി അവന്റെ ശരീരം മുഴുവൻ പരിശോധിച്ച് മണിക്കൂറുകളോളം അവനെ നിർത്തി അവനോട് ചോദ്യം ചെയ്ത് അവസാനം അവനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന ഒരു ഭീകര പ്രസ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ മാവോയിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്തതുപോലെ, മാവോയിസ്റ്റുകളെ നിരോധിച്ചതുപോലെ, നക്സലൈറ്റുകളെ നിരോധിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ഭീഷണിയായി നിൽക്കുന്ന, സമൂഹത്തിന്റെ ഭീഷണിയായി നിൽക്കുന്ന, സമൂഹത്തിന്റെ ജീവിതത്തിന്റെ സ്വച്ഛന്തമായ ശാന്തി നശിപ്പിക്കുന്ന, സമൂഹത്തിന്റെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കാൻ ഗവൺമെന്റ് തയ്യാറാക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ആഗ്രഹിച്ചു പോവുകയാണ്. നമ്മൾ ശാന്തിയോടെ നടക്കാൻ, ശാന്തിയോടെ ജീവിക്കാനാണ് ഇവിടെ പാർട്ടികളും ഇവിടുത്തെ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാവേണ്ടത്. ജനങ്ങൾക്ക് ശാന്തിയാണ് കിട്ടേണ്ടത്, ജനങ്ങൾക്ക് നന്മയാണ് കിട്ടേണ്ടത്. ആ നന്മയ്ക്ക് പകരം അവരുടെ ആതുരാലയങ്ങൾ പോലും, മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ട ആതുരാലയങ്ങൾ, സാധാരണക്കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ അവന്റെ ജീവൻ സംരക്ഷിക്കേണ്ട ആതുരാലയങ്ങൾ, അവന്റെ ശാന്തി പകരേണ്ട ആതുരാലയങ്ങൾ, അവന്റെ രോഗശമനം നൽകേണ്ട ആതുരാലയങ്ങൾ ഗൂഢാലോചന നടത്തുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ആ ആതുരാലയങ്ങൾ, മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കേണ്ട ആതുരാലയങ്ങളിൽ കൊലയാളികളെ സംരക്ഷിക്കുന്ന നാണം കെട്ട അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോയിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ജനങ്ങൾ ഒരു ചോദ്യചിഹ്നമാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഒരു പ്രസ്ഥാനത്തെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. പ്രിയപ്പെട്ട സഹോദരൻ, മുസ്ലിം ലീഗിനെ അത്ര പെട്ടെന്നില്ലായ്മ ചെയ്യാൻ ഒരു പ്രസ്ഥാനത്തിനും സാധ്യമല്ല, ഒരു പാർട്ടിക്കും സാധ്യമല്ല. വ്യത്യസ്തമായ ആശയങ്ങൾ അവർ കൊണ്ടുവരേണ്ടായി. സന്തുലിതാവസ്ഥ നമ്മുടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ചൊരു വിഷയമാണ്. ഇവിടെ സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ മുസ്ലിം ലീഗ് തയ്യാറാകുന്നില്ല. 5ാം മന്ത്രിയുടെ ഉദാഹരണം അവർ വളരെ വ്യക്തമായിട്ട്, 5ാം മന്ത്രി മുസ്ലിം ലീഗിന് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ വേവ് പിടിച്ചിട്ട് നടന്നത് ആ പ്രസ്ഥാനങ്ങളായിരുന്നു. നമ്മൾ ചോദിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിൽ ഒറ്റ മുസൽമാനെ നൽകാൻ വേണ്ടി കഴിയാത്തവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭകളിൽ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മുസൽമാനെ നൽകാൻ തയ്യാറാകാതിരുന്നവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി അംഗങ്ങളിൽ ശാഖകൾ മുതൽ ഏരിയ മുതൽ സംസ്ഥാന കമ്മിറ്റികളിൽ വരെ എത്ര സാമുദായിക സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പറയണം. നിങ്ങൾ ജനാധിപത്യത്തിന്റെ ആൾക്കാരല്ലേ, നിങ്ങൾ മതേതരത്വത്തിന്റെ ആൾക്കാരല്ലേ, നിങ്ങൾ ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും കോൺഗ്രസ്സുകാരനെയും കറന്റെയും ഇടയിലുള്ള എല്ലാ മതങ്ങളെയും
ഒരുപോലെ കാണുന്നു എന്ന് പറയുന്നവരല്ലേ ഇവിടെ ക്രൈസ്തവരെ, മുസൽമാനെ, ഹൈന്ദവനെ, സിഖുകാരനെ, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ പാർട്ടി പ്രസ്ഥാനത്തിൽ, നിങ്ങളുടെ പാർട്ടിയുടെ ഓരോ കമ്മിറ്റികളിലും നിങ്ങൾക്ക് എത്ര സമുദായത്തിലുള്ള അംഗങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇവിടുത്തെ സാമുദായിക സന്തുലിതാവസ്ഥ എങ്ങനെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയാത്ത കാലത്തോളം, അത് അവതരിപ്പിക്കാൻ കഴിയാത്ത കാലത്തോളം, മുസ്ലിം ലീഗിന് 20 MLA-മാരുണ്ടായിട്ട് 5 മന്ത്രിമാരെ ലഭിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാ ചെണ്ട കൊട്ടുന്നത്? നിങ്ങൾ എന്തിനാ ശബ്ദമുണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? നിങ്ങൾക്ക് പറയാൻ എന്താ അർഹതയാണുള്ളത്? നിങ്ങൾ മന്ത്രിസഭ നിങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. എത്ര മുസൽമാരെ നിങ്ങൾക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട്? നിങ്ങൾ മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. മുസ്ലിം ലീഗിനെ തിരിച്ചറിയുന്ന, മുസ്ലിം ലീഗിന്റെ ആവശ്യകത മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷാജി സാഹിബ് അഴീക്കോട് നിന്ന് ജയിച്ചത്. ഒരൊറ്റ തീവ്രവാദിയുടെയും ഒരു വോട്ട് പോലും വേണ്ട എന്ന് വളരെ സത്യസന്ധമായി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞിട്ട് പോലും NDF-കാരൻ മൂച്ചാൻ താടി വെച്ച് സകല വീടുകളിലും കയറി ഇറങ്ങിയിട്ട് ഷാജിക്ക് വോട്ട് കൊടുക്കരുത് എന്ന് രാവും പകലുമില്ലാതെ ശബ്ദിച്ചിട്ട് പോലും അഴീക്കോട് മണ്ഡലത്തിലെ മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടായിരുന്നില്ല ഷാജി ജയിച്ചത്. അവിടെ BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയും NDF-കാരന് പൈസ കൊടുത്തിട്ട് വിലക്ക് വാങ്ങിയിട്ട് NDF-കാരനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചിട്ട് പോലും ഷാജി സാഹിബ് ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കാൻ മുസ്ലിം ലീഗ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ എല്ലാ മതങ്ങളും എത്തിച്ചേർന്നിരിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ, ഈ സുന്ദരമായ ഒരു സമയത്ത് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സുദീർഘമായി സംസാരിക്കാൻ നമുക്ക് ഒരുപാട് ആളുകൾ വരാനുണ്ട്. ഷാജി സാഹിബിന്റെ പ്രസംഗത്തിന് ശേഷം നമ്മുടെ പ്രഗത്ഭനായ ഷാഫി ചാലിയും ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെയൊക്കെ പ്രഭാഷണം കേൾക്കാൻ എല്ലാവരും ഉണ്ടാകണം. മഗ്രിബ് കഴിഞ്ഞതിന് ശേഷവും നല്ലൊരു സദസ്സായി തന്നെ നിങ്ങൾ എല്ലാവരും നിൽക്കണം. പരിപാടി കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് വളരെ ആദരവോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയങ്കരനായ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഉനൈസാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, അതോടൊപ്പം ഇന്നത്തെ നേതൃനിരയിൽ നട്ടലോടുകൂടി കാര്യങ്ങൾ സമൂഹത്തോട് മുഖം നോക്കി പറയാൻ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഴീക്കോടിന്റെ MLA ഷാജി MLA ആണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാണ്. അതുപോലെ ഇവിടെ നമ്മോട് പ്രഭാഷണം നടത്തേണ്ട ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, വളരെ സന്തോഷമുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ നമുക്ക് കിട്ടിയതിൽ. PK അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് അവറുകളാണ്. അദ്ദേഹം ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം ഇവിടെ സ്വാഗതം ചെയ്യാണ്. പിന്നെ ഇവിടെ സംസാരിക്കേണ്ട ബഹുമാനപ്പെട്ട പെരിങ്ങോം മുസ്തഫ സാഹിബ്, നമുക്കെല്ലാവർക്കും അറിയാം പയ്യന്നൂർ മണ്ഡലത്തിലെ മലയോര മേഖലകളിലെല്ലാം മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കാൻ രാവും പകലുമില്ലാതെ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഒരു നേതാവാണ്. അദ്ദേഹം ഇന്ന് ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയങ്കരനായ പെരിങ്ങോം മുസ്തഫ സാഹിബിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ ഇവിടെ KP താഹിർ സാഹിബ്, SI ഷുക്കൂറാജി, നമ്മുടെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, അതുപോലെ പ്രിയങ്കരനായ നമ്മുടെ അൻസാരി തില്ലങ്കേരി, KK അഷ്റഫ്, മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി KK അഷ്റഫ്, മൂസക്കുഞ്ഞിയാജി, PK സുബൈർ, SK മഹമ്മൂദ് സാഹിബ്, MC അബ്ദുറഹ്മാൻ സാഹിബ്, KC അഷ്റഫ്, ജിയാസ് വള്ളൂർ, മൻസൂർ കവായി, അതുപോലെ നമ്മുടെ മൗലവി സാഹിബിന് ഹാരാർപ്പണം നടത്തേണ്ട നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഇവിടുത്തെ സീനിയർ നേതാവുമായ മീത്തൽ മഹമ്മൂദ് ഹാജി, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അതോടൊപ്പം ഈ ഒരു പരിപാടി നടത്തുന്നതിനും ഇത് വിജയിപ്പിക്കുന്നതിനും രാവും പകലുമില്ലാതെ ഒരുപാട് നാളുകളായി നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച പാലക്കോട് ശാഖയിലുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, ഒരു കാലഘട്ടത്തിലും അവരോടുള്ള കടപ്പാട് എല്ലാ സമയത്തും നമുക്ക് ഒരു പ്രചോദനമായി നിൽക്കുന്ന ഒരു ശാഖയാണ് പാലക്കോട് ശാഖയിലുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രവർത്തനത്തിന്റെ അനിസ്സീമമായ ആ സഹനശക്തിയുടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ
വിസ്തരിച്ചാൽ തീരുകയില്ല. ഒരുപാട് ദിവസങ്ങളായി അവർ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഭാഗമാണ് ഈ ശക്തമായ മഴയുടെ അന്തരീക്ഷത്തിലും ഈ മൺസൂണിൻ്റെ കാലാവസ്ഥയിലും പ്രതികൂലമായ സാഹചര്യത്തിലും ഇത്ര സുന്ദരമായ ഒരു വേദി നമുക്ക് ഒരുക്കാൻ സാധിച്ചത് പ്രിയങ്കരായ പാലക്കോട് ശാഖയിലുള്ള മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, MSFൻ്റെ എല്ലാ പ്രവർത്തകരോടും അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രവർത്തകരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷനെ തലസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പെരിങ്ങ മുസ്തഫ സാഹിബ്, വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, MSFൻ്റെ നേതാക്കളെ, മറ്റു മുസ്ലിം ലീഗിൻ്റെ, MSFൻ്റെ, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ, ജനാധിപത്യ മുന്നേറ്റത്തിൻ്റെ 6 പതിറ്റാണ്ടെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കേരളത്തിൽ മുഴുവൻ മണ്ഡലങ്ങളിലും സമ്മേളനങ്ങളും ക്യാമ്പയിനുകളും സെമിനാറുകളും നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി പയ്യന്നൂർ മണ്ഡലം യൂത്ത് ലീഗിന് ഇങ്ങനൊരു സമ്മേളനം നടത്താൻ സാധിച്ചതിൽ, ഇങ്ങനൊരു ഗംഭീര സമ്മേളനം നടത്താൻ സാധിച്ചതിൽ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന അഴീക്കോടിൻ്റെ പ്രിയങ്കരനായ MLA ഷാജി സാഹിബ് 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ പരിപാടിക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി പെരിങ്ങ മുസ്തഫ സാഹിബിനെ ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ അധ്യക്ഷൻ, സ്വാഗത പ്രാസംഗികനും മണ്ഡലം മുസ്ലിം ലീഗിൻ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയുമായ മൊയിനുദ്ദീൻ, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷുക്കൂർ ഹാജി, മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഷ്റഫ്, ട്രഷറർ മൂസക്കുഞ്ഞി ഹാജി, മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും പ്രമുഖ സംഘാടകനുമായ പ്രിയങ്കരനായ SK മുഹമ്മദ് സാഹിബ്, വേദിയിലുള്ള മറ്റ് നേതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പയ്യന്നൂർ നിയോജക മണ്ഡലം സമ്മേളനം പ്രതികൂലമായ കാലാവസ്ഥയിലും വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ചരിത്രപരമായി മുന്നോട്ട് പോയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെ ഏറ്റെടുത്ത് ഒരു വലിയ വിജയമാക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ പ്രവർത്തനം ഈ സമ്മേളനത്തിൻ്റെ ഈ ഒരുക്കം കാണുമ്പോൾ വളരെ സജീവമായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ഒരു പുതിയ യുവജന സംഘടനയല്ല. വളരെയേറെ പ്രവർത്തന രംഗത്ത് മറ്റു യുവജന പ്രസ്ഥാനങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി സംഘടിത മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് എല്ലാവിധ പ്രക്ഷോഭ മേഖലകളിലും ആ സംഘടനയുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംഘടിത ശക്തി തെളിയിക്കാൻ സാധിച്ച ഒരു യുവജന നിലയാണ് മുസ്ലിം യൂത്ത് ലീഗ്. ആ മുസ്ലിം യൂത്ത് ലീഗ് കേരളക്കരയിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തി മുസ്ലിം സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഇന്ന് എല്ലാ വിഭാഗത്താലും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവജന സംഘടനകളുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും യുവജന നിരയുണ്ട്. അതുകൂടാതെ രാഷ്ട്രീയമില്ല, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം അതീതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ തള്ളിപ്പറയുന്ന യുവജന സംഘടനകളും കേരളക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അത്തരം സംഘടനകൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതുമായ മേഖലയിൽ മുസ്ലിം യൂത്ത് ലീഗ് പാലക്കോട് ശാഖയിലുള്ള ഗ്രീൻ ആർമിയിലെ പ്രവർത്തകർ മുഴുവനും മുട്ടം പാലത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ സമ്മേളനത്തിന് മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള അധ്യക്ഷൻ ഉനൈസ് സാഹിബ്, മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി
പെരുങ്ങോം മുസ്തഫ സാഹിബ്, മണ്ഡലം മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളെ, MSF, അതുപോലെ എല്ലാ പോഷക സംഘടനകളുടെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പയ്യന്നൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി 2-3 മാസം മുമ്പ് തന്നെ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചെങ്കിലും നമ്മളേവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട KM ഷാജി MLA അവരുടെ സൗകര്യം കണക്കിലെടുത്ത് ആണ് ഇത്രയും നീട്ടി ഇന്ന് ഈ പരിപാടി ഈ പാലക്കോട് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ വേരുറപ്പിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടന എന്ന നിലക്ക് ഏറ്റവും മുൻപന്തിയിൽ സംസ്ഥാനതലം തൊട്ട് ശാഖകളിൽ വരെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനം മുസ്ലിം ലീഗിന് എപ്പോഴും ഒരു മുതൽക്കൂട്ടായിരുന്നു. അത് തന്നെയാണ് പയ്യന്നൂർ മണ്ഡലത്തിലും. ഇത്രയും ഗംഭീരമായ ഒരു മഹാസമ്മേളനം നടത്താൻ നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹികളും അതുപോലെ പഞ്ചായത്ത് ശാഖാതലത്തിലുള്ള ഭാരവാഹികളും പ്രവർത്തകന്മാരൊക്കെ കുറേ നാളുകളായി രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. അതിനെത്രമാത്രം അവരെ അഭിനന്ദിച്ചാലും അധികമാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സർവശക്തനായ റബ്ബ് സൽക്കർമ്മങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ഒരുപാട് പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഇന്ന് പ്രവർത്തന മേഖലകളിൽ ഇത്രയും വലിയ പ്രവർത്തന പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായി നമ്മുടെ യൂത്ത് ലീഗിൻ്റെ അല്ലെങ്കിൽ MSFൻ്റെ നമ്മുടെ സഹപ്രവർത്തകനായ അൻവറിനെയും ഷുക്കൂറിനെയും കൊലപ്പെടുത്തി അതിൻ്റെ മനോവേദന ദുഃഖം കടിച്ചമർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തന രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിനാത്മാർത്ഥമായി പ്രവർത്തിക്കുക മുഴുവൻ യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെ ഒക്കെ പ്രവർത്തകന്മാരെ ഞാൻ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് രാമന്തളി പഞ്ചായത്ത് അതുപോലെ ഈ പാലക്കോട് ശാഖാ കമ്മിറ്റി ഒരുപാട് അധ്വാനിച്ച് ഇത്ര നല്ല ഒരു സമ്മേളനം കാഴ്ചവെച്ചതിന് എല്ലാറ്റിലും ഉപരി അവരെയും കൂടി ഞാൻ ഈ അവസരം അഭിനന്ദിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു. എല്ലാവർക്കും ഇതിന് ആത്മാർത്ഥമായി നേതൃത്വം ചെയ്ത പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾ തുടങ്ങിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നു നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അഭിമാനം രക്ഷിക്കാം ലീഗ്, എന്നും ആശ്വാസമേകുവാൻ ലീഗ്. ആറ്റലം ഹൈദരാലി ശിഹാബ് എന്നോരെ അഭിവന്ദ്യ നേതൃത്വം പൊലിവല്ലേ, അഭിവന്ദ്യ നേതൃത്വം പൊലിവല്ലേ. മനസ്സിൻ പൂവാടിയിൽ മാമല്ല നാടെന്നും സൂക്ഷിക്കും പേരൊന്നുണ്ട്, മുസ്ലിം ലീഗ് പ്രസ്ഥാനമുണ്ട്. മഹനീയർ കായിദ് മില്ലത്തെന്നേൽപ്പിച്ച മഹിമക്കൊടിയൊന്നുണ്ട്, പച്ച പുളകക്കൊടിയൊന്നുണ്ട്.
പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ KM ഷാജി സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സങ്കടത്തോടു കൂടി പറയാണ്, 3 മാസമായി നിരന്തരമായി ക്ഷണിച്ചും ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിട്ടൊക്കെയാണ് ഷാജി സാഹിബ് ഇന്നൊരു ഡേറ്റ് നമുക്ക് തന്നത്. എന്നിട്ട് ഒരു നമുക്കൊരു വിശാലമായ ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ അണികൾക്ക് മുഴുവനും അതിന്റെ പരാതി ഉണ്ടാകും. അത് തീർക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഷാജി സാഹിബ് നമ്മോട് സംസാരിക്കണം എന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട്, അതിനു മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മൗലവി സാഹിബിനെ ഈ മഹത്തായ സദസ്സിൽ വെച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സഹായങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മൗലവി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അഭിവന്ദനും ആദരണീയനുമായ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരിന്റെ പ്രിയപ്പെട്ട MLA പ്രിയപ്പെട്ട ഷാജി, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട അൻസാരി, അതുപോലെ തന്നെ KP താഹിർ സാഹബ്, മറ്റ് നേതാക്കന്മാരെ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ഷുക്കൂറാജി, അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർ, യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ, എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുക. ഇവിടെ മോനുദ്ദീൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഷാജി ഇവിടെ പ്രസംഗിക്കണമെന്ന് ഏറിയ തവണകളിൽ ഞങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചതാണ്. പക്ഷേ ഒത്തു വന്നില്ല. ഇന്നാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്നത്. ദീർഘമായി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ഏതാണ്ട് മഗ്‌രിബിനേറെ സമയമുണ്ട്. പിന്നെ അൻസാരിയുമുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പാലക്കോട് രാമന്തളി പ്രദേശം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി ദുർഗമാണ്. ഒരുപാട് എതിർപ്പുകൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ, പാലക്കോട് പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗിന്റെ പതാക ഏറ്റുപിടിച്ചതിന്റെ ഫലമായി തന്നെ ഏറെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു പ്രദേശമാണിത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ശക്തമായി മുന്നോട്ട് പോയി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് മറ്റാർക്കും കടന്നു വരാൻ പറ്റാത്ത ഒരു പച്ചക്കോട്ടയായി ഈ നാടിനെ മാറ്റിയതിന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ഞാൻ അഭിവാദനം ചെയ്യുക. ആനുകാലിക സംഭവവികാസങ്ങളെ കുറിച്ചൊക്കെ പ്രിയപ്പെട്ട ഷാജി ഇവിടെ വളരെ വിശദമായി സംസാരിക്കും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് വാസ്തവത്തിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ഇപ്പോൾ സഹതാപമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നില്ലെങ്കിൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ അവർ യോഗം ചേരണം, അല്ലെങ്കിൽ നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ യോഗം ചേരണം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പൊതു നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നുവെങ്കിൽ അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവർ യോഗം ചേരുമ്പോ, അവരുടെ കമ്മിറ്റി കൂടുമ്പോ ഇന്നയാളിനെ വധിക്കണം എന്ന ലക്ഷ്യത്തോടെ പോകുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയെ പറ്റി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. കണ്ണൂരിൽ ഇപ്പോൾ അതാണ് നടക്കുന്നത്. കൊലപാതകികളായ നേതാക്കന്മാർ അവരാദ്യം ഈ TP ചന്ദ്രശേഖരൻ കേസിലും അതുപോലെ തന്നെ ഷുക്കൂർ വധക്കേസിലും ആകാവുന്നത്ര നിഷേധിച്ചു നോക്കി. പക്ഷേ തെളിവുകൾ ഓരോന്നോരോന്നായി അവരുടെ മുമ്പിൽ വരുമ്പോ അവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഷുക്കൂർ വധിച്ച് അതിന്റെ യഥാർത്ഥ ജഡ്ജിമാർ ഇപ്പോഴും മറക്ക് പിന്നിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ കൂടി പിടികൂടും എന്ന കാര്യത്തിൽ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഞങ്ങളെല്ലാം ഷാജി അടക്കമുള്ളവർ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞത്, ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ ബോധ്യമുണ്ട്. നിശ്ചയമായും
പിന്നമ്പുറത്ത് ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ശക്തമായി നിഷ്പക്ഷമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വെപ്രാളം ആരംഭിച്ചിരിക്കുന്നു. യഥാർത്ഥ പ്രതികൾ വരുമ്പോ വെപ്രാളം ആരംഭിച്ചിരിക്കുന്നു. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, മുസ്ലിം ലീഗിന്റെ സമാധാനവും ശാന്തിയും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്നും മുന്നോട്ട് പോകും. മുസ്ലിം ലീഗിന്റെ മതേതര മുഖം നശിപ്പിക്കാൻ, മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടുകൾ നശിപ്പിക്കാൻ, മുസ്ലിം ലീഗ് ഈ രാജ്യത്തെ വർഗീയ കക്ഷിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കുൽസിത ശ്രമമാണ് ഇപ്പൊ പല ഭാഗങ്ങളിലും നടക്കുന്നത്. സാമുദായിക ജാതീയ സംഘടനകളെ കൊണ്ട് ജാതി സ്പർദ്ധ വർദ്ധിപ്പിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പൊ ശ്രമം നടക്കുക. അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ മതേതര മുഖം, മുസ്ലിം ലീഗിന്റെ ജനാധിപത്യ മുഖം ജനങ്ങൾക്കറിയുന്നത് കൊണ്ട് ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നയപരിപാടികൾ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ഉത്ബുദ്ധമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് സംഘടനയിലേക്ക് അണിനിരത്തുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പയ്യന്നൂർ നിയോജക മണ്ഡലം എന്ന് പറയും യൂത്ത് ലീഗ് ഇവിടെ സമ്മേളനം സംഘടിപ്പിക്കുക. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും അധികം പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഹാരമുഖം അതിന്റെ എല്ലാ അർത്ഥത്തിലും വെളിപ്പെട്ട ഒരു പ്രദേശമാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം. അതിനെ ചെറുത്തു തോൽപ്പിച്ച പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകന്മാരെ ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. ശക്തമായി മുസ്ലിം ലീഗിന്റെ പതാകയുമായി മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്ന് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. മൗലവി സാഹിബിനെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു വലിയ പരിപാടിയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ പയ്യന്നൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് വളരെ അഭിമാനമുണ്ട്. ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മൗലവി സാഹിബിനെ ഹാരാർപ്പണം ചെയ്യുന്നതിന് നമ്മുടെ പഴയകാല മുസ്ലിം ലീഗിന്റെ നേതാവും സീനിയർ നേതാവായ ബഹുമാനപ്പെട്ട മീത്തൽ മഹമ്മൂദ് ഹാജി സാഹിബിനെ മണ്ഡലം യൂത്ത് ലീഗിന്റെ പേരിൽ ക്ഷണിക്കുന്നു.